നമ്മുടെ കുട്ടികൾ മൊബൈൽ ഫോണിൽ എന്തൊക്കെ കാണുന്നുണ്ടെന്നും ആരൊക്കെയായി സൗഹൃദം കൂടുന്നുണ്ടെന്നും മാതാപിതാക്കൾ ഇടയ്ക്കൊക്കെ നിരീക്ഷിക്കുന്നത് നല്ലതാണ്. സോഷ്യൽ മീഡിയയിൽ പരന്നു കിടക്കുന്ന പല ആപ്ലിക്കേഷനുകളും വലിയ അപകടം ക്ഷണിച്ചു വരുത്തുന്നതാണ്. 18 വയസ്സ് പൂർത്തിയായാൽ മാത്രം ലോഗിൻ ചെയ്യാൻ കഴിയുന്ന ഇത്തരം ആപ്പുകളിൽ പ്രായം മറച്ചു വെച്ച് കുട്ടികൾ കയറുന്നുണ്ട്. കാസർഗോഡ് 16-കാരനെ തേടി മുതിർന്ന സുഹൃത്തുക്കൾ എത്തിയപ്പോഴാണ് മകൻ കുടുങ്ങിയ ഡേറ്റിംഗ് ആപ്പ് കെണിയെക്കുറിച്ച് വീട്ടുകാർ മനസ്സിലാക്കിയത്. സംസ്ഥാനത്ത് ഡേറ്റിംഗ് ആപ്പുകളിലൂടെ പ്രായപൂർത്തിയാകാത്ത നിരവധി കുട്ടികളെ ചൂഷണം ചെയ്യുന്നതായി പോലീസിൻ്റെ കണ്ടെത്തൽ. ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയം സ്ഥാപിച്ച് UPI വഴി പണം നൽകി വശീകരിച്ചാണ് കുട്ടികളെ പീഡിപ്പിച്ചത്. സർക്കാർ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെട്ട കേസിൽ ഒരാളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 16-കാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ സംഭവത്തിൽ കേസന്വേഷണത്തിനിടെയാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. വിവിധ ഡേറ്റിംഗ് ആപ്പുകളിലൂടെ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വ്യാപകമായി ചൂഷണം ചെയ്യുന്നതായാണ് കണ്ടെത്തൽ. ഇതിനായി സംസ്ഥാനത്ത് ഒരു സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. വിദ്യാർത്ഥിയുടെ മൊബൈൽ ഫോൺ പരിശോധനയിലാണ് പോലീസിന് ശക്തമായ തെളിവുകൾ ലഭിച്ചത്. ഇത്തരത്തിൽ നിരവധി പേർക്ക് ഡേറ്റിംഗ് ആപ്പിൽ അക്കൗണ്ട് ഉള്ളതായി പരിശോധനയിൽ വ്യക്തമായി. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഇതിൽ അക്കൗണ്ട് തുറക്കാനായി എന്നതും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രതികൾ വിദ്യാർത്ഥിയെ വിളിച്ചതും പണം അയച്ചു കൊടുത്തതായും അന്വേഷണ സംഘം കണ്ടെത്തി. 14 വയസ്സ് മുതൽ കുട്ടി പീഡനത്തിന് ഇരയായെന്നും കുട്ടിയുടെ മൊഴിയും സൈബർ തെളിവുകളുമാണ് നിർണായകമായതെന്നും പോലീസ് പറഞ്ഞു. അപ്ലോഡ് ചെയ്യുന്നത് ശരിയല്ല. അറ്റ് ദ സെയിം ടൈം പിക്ചേഴ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രൊഫൈൽ പബ്ലിക് ആക്കുന്നത് ശരിയല്ല. ഒരു പ്രൈവറ്റ് പ്രൊഫൈൽ ആക്കി വെക്കണം. ഇങ്ങനത്തെ കാര്യങ്ങൾ സ്റ്റുഡൻസ് ടീച്ചേഴ്സ് ശ്രദ്ധിക്കണം. സ്കൂൾ ലെവലിൽ സൈബർ ബിഹേവിയർ വിച്ച് ഈസ് ആക്സെപ്റ്റബിൾ വിച്ച് ഈസ് നോട്ട് ആക്സെപ്റ്റബിൾ, എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് ഓൺലൈനിൽ, ഇതെല്ലാം കാര്യങ്ങൾ സ്കൂൾ ലെവലിൽ ഓർ പബ്ലിക് അവയർനെസ് ഒരു രീതിയിൽ വേണം. ചന്ദേരയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ സർക്കാർ ജീവനക്കാരും പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളും ഫുട്ബോൾ പരിശീലകരും ഉൾപ്പെട്ടത് പോലീസ് ഗൗരവത്തോടെയാണ് കാണുന്നത്. സംഭവത്തിൽ ചന്ദേര, ചീമേനി, നീലേശ്വരം, ചിറ്റാരിക്കാൽ, വെള്ളരിക്കുണ്ട് പോലീസ് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി. ഇതുവരെ 10 പേരാണ് അറസ്റ്റിലായത്. ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 16-കാരൻ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയായ സംഭവത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം 10ആയി. നിലവിൽ കാസർഗോഡ് ജില്ലയ്ക്ക് പുറമെ കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം ജില്ലകളിലാണ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇരയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത 14 കേസുകളിൽ പുതുതായി 2 എണ്ണം കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്.